നിറത്തിൻ്റെ പേരിൽ അപമാനിച്ച് അവസാനം അവളുടെ ജീവനെടുത്തു. എന്നിട്ടും മതിയാകാതെ ചിലർ. ഭർത്തൃവീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയ സ്നേഹയെ കൊന്നു തിന്നുകയാണ് ഭർത്താവ് ജിനീഷ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് സ്നേഹ മരിച്ചിട്ടും സ്നേഹയെ വിടാതെ പിന്തുടർന്ന് അപമാനിക്കുകയും അവരെക്കുറിച്ച് മോശം പരാമർശവും നടത്തുകയാണ് ജിനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്നേഹയുടെ ഭർത്താവായിട്ടുള്ള ജിനീഷിനെതിരെ സ്നേഹയുടെ അമ്മ പരാതി നൽകിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ കോളിത്തട്ടിൽ ഭർത്തൃവീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ സ്നേഹ എന്ന് പറയുന്ന യുവതി അപമാനം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരെ മരണത്തിനു ശേഷവും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി സ്നേഹയുടെ അമ്മയും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്നേഹ ജീവനൊടുക്കാൻ ഉപയോഗിച്ച ആ കയർ കളയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത്. തൊലി കുറച്ച് വെളുത്താൽ അവൾ മാലാഖ. സമൂഹം അങ്ങനെയാണ്. ഉള്ളിലെ കറുപ്പ് ആരും കാണില്ല. അച്ഛൻ, അമ്മ, അന്നം ഇതൊന്നും അറിയാത്തവർ ഒരമ്മയായി ജീവിക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ ഒരു മുഴം കയറിൽ തൂങ്ങിയാടിയ ചരിത്രമേയുള്ളൂ. സുഖമുള്ള ജീവിതം കിട്ടുമ്പോൾ അവിടെ കുഴിക്കരുത്. ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് ആരാണ്? അമ്മമാർ. അതെങ്ങനെയാ? അവർ ലോക ഫ്രോഡാകുമ്പോൾ ആർക്കാണ് ഇതിനൊക്കെ നേരം? എല്ലാം മറ്റുള്ളവരുടെ തലയിൽ വച്ച് അഹങ്കാരിയാകുമ്പോൾ നീ ഓർത്തോ, കാലം കരുതിയ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ ഞാനും ഉണ്ടാകും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് എന്ന് കൊലയാളി. ഇതായിരുന്നു ജിനീഷിന്റെ സമൂഹ മാധ്യമത്തിലെ പങ്കുവച്ചിട്ടുള്ള കുറിപ്പ്. സ്നേഹയുടെ അമ്മയെയും മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന കുറിപ്പുകളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും സ്റ്റാറ്റസുകളാക്കിയിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാണ് ജിനീഷിനെതിരെ ഇപ്പോൾ ഉയരുന്ന പരാതി. മാധ്യമങ്ങളിൽ വന്ന് കരഞ്ഞു പറഞ്ഞാൽ മാലാഖയായി എന്ന് വിചാരിച്ചാൽ ജീവിക്കുകയാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്നും കുറിപ്പുകളിലൂടെ പറയുന്നുണ്ട്. പുതിയ നോവലിലെ ചില വരികൾ എന്ന പേരിലാണ് അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായിട്ട് സഹിക്കവയ്യാതെ ജീവനൊടുക്കിയ സ്നേഹയുടെ ഭർത്താവ് ഇപ്പോൾ അവർക്കെതിരെ ഒരു അക്രമം എന്ന പോലുള്ള രീതിയിൽ എഴുതി വെക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. അതായത് ഒരാളുടെ ജീവൻ പോകാൻ കാരണം താനാണ് എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടാണെങ്കിലും തങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നും അവരെ വേട്ടയാടുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഉള്ളത് എന്നതാണ് ജിനീഷിനെ പോലുള്ള ഇത്തരക്കാരെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് കേളംപീടിക സ്വദേശിയായിട്ടുള്ള സ്നേഹ എന്ന് പറയുന്ന യുവതി ജീവനൊടുക്കിയത്. അമ്മ വീട്ടിലായിരുന്നു ഇവർ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മുൻപ് ജിനീഷ് അടിവയറ്റിൽ ചവിട്ടിയതിനെ തുടർന്ന് രക്തസ്രാവം അടക്കമുണ്ടായിരുന്നു എന്നും ഗർഭഛിദ്രം സംഭവിച്ചു എന്നും സ്നേഹയുടെ അമ്മ രമയുടെ സഹോദരിയും ഈ ഒരു സംഭവ സമയത്ത് പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമായതാണ്. സ്നേഹ 2 വട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വട്ടം ഇത്തരത്തിൽ ജീവനൊടുക്കാൻ വേണ്ടി തൂങ്ങി നിന്ന് പിടയുന്നത് കണ്ടപ്പോൾ അത് നോക്കി നിന്നതായിട്ടും ഒടുവിൽ കയർ അറുത്താണ് അവരെ രക്ഷപ്പെടുത്തിയതെന്നുമൊക്കെയാണ് രമയുടെ പ്രതികരണമുണ്ടായിരുന്നത്. മരണകാരണം ഗാർഹിക പീഡനമാണ് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് ഇതിന്റെ പേരിൽ ജിനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. സ്നേഹയ്ക്ക് 2.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ ലക്ഷ്മൺ മരിച്ചതാണ്. അമ്മ രമയാണ് ബന്ധുക്കളുടെ സഹായത്തോടെ സ്നേഹയെ വളർത്തിയിരുന്നത്. 5 വർഷം മുമ്പാണ് ജിനീഷുമായി സ്നേഹയുടെ വിവാഹം നടത്തിയത്. കടിക്കുക, തൊഴിക്കുക, തല്ലുക, വീടിന് പുറത്താക്കി തുടങ്ങി നിരവധി ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് സ്നേഹയ്ക്ക് പിന്നീട് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ അമ്മയും സഹോദരിയും പിന്നീട് മാധ്യമങ്ങളോടടക്കം പറയേണ്ടി വന്നത്. സ്നേഹയ്ക്ക് ബാധ കയറിയതാണ് എന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ കൊണ്ടുപോയി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. വിഷുവിന് പോലും ഭക്ഷണം കൊടുക്കാതെയാണ് സ്നേഹയെ ആ ഭർത്താവ് നോക്കിയിരുന്നത്. പല ദിവസങ്ങളിലും രാത്രി മുഴുവൻ പുറത്തിറക്കി നിർത്തുന്ന ഒരു രീതിയും ഇയാൾക്കുണ്ടായിരുന്നു. ഭർത്തൃമാതാവും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ യുവതിയോട് പെരുമാറിയിരുന്നതെന്നാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം കുടുംബം ആരോപിച്ചിരുന്നത്. പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പലവട്ടം ഇടപെട്ടിട്ടും പീഡനം തുടർന്നതായിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. ഒരാൾ അല്ലെങ്കിൽ ഒരു പുരുഷ സമൂഹം എങ്ങനെയാണ് സ്ത്രീകളെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ചിലർ അമ്മയെയും
കുടുംബത്തെയും സ്ത്രീകളെയും സഹോദരങ്ങളെയൊക്കെയും ദൈവത്തെ പോലെ കാണുമ്പോൾ മറുവശത്ത് അവരുടെ പേര് പോലും നാശമാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു വിഭാഗം ഇന്നും കേരളത്തിലും പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായിട്ട് വളരെ ദാരുണമായിട്ട് ജീവൻ നഷ്ടമാകേണ്ടി വന്ന സ്നേഹ എന്ന് പറയുന്ന യുവതിയെ അവൾ മരിച്ചിട്ട് പോലും വെറുതെ വിടാത്ത ഭർത്താവായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് എന്നതാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ പറയാനുള്ളത്. അതിദയനീയമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇത്. സ്ത്രീകളെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാണ്, അവൾ തനിക്ക് വേണ്ടിയാണ്, തൻ്റോടൊപ്പമാണ് ജീവിക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പല ഭർത്താക്കന്മാരും ഇത്തരത്തിൽ അതിര് കടന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തു വന്ന ഒരു വാർത്ത കണ്ടു. അതായത് തൻ്റെ ഭാര്യ രണ്ടാമതും ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരു യുവതിയെ ഗുരുതരമായിട്ട് ആക്രമിക്കുന്ന ഒരു ഭർത്താവ് അവസാനം സഹിക്കവയ്യാതെ, അതായത് രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യവും കൊണ്ടും അതിൻ്റെ പേരിലുണ്ടായ ഗാർഹിക പീഡനം കൊണ്ടും അതൊക്കെ സഹിക്കവയ്യാതെ ഒരു യുവതി കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കേരളത്തിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ജിനീഷിനെതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്.